സ്വന്തം ഭവനവും സ്വന്തം വീടും സ്വന്തമായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങളും നമ്മുടെ ക്യാമ്പസും നമ്മുടെ തൊഴിലിടവുമൊക്കെ നമ്മുടെ ആത്മീയ ബോധത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ സംസ്കാരത്തെ കൊഞ്ഞനും കുത്തുന്ന സാഹചര്യമാണുള്ളത്. രാവുകളെ പകലാക്കി സമ്മേളനം കേരളത്തിൽ ഇതുവരെ ഒരു വിദ്യാർത്ഥിയും അതിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചു. സഹോദരന്മാരെ, അത് നിങ്ങളുടെ ആർജവമായിരുന്നു, നിങ്ങളുടെ ധൈര്യമായിരുന്നു, നിങ്ങളുടെ ത്യാഗമായിരുന്നു, നിങ്ങളുടെ സമർപ്പിത മനസ്സായിരുന്നു. ഒറ്റക്കാരും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, ഈ നഗരിയിലേക്ക് ഉയർത്തുവാൻ കൊണ്ടുവന്ന 40 പതാകകൾ, അതിന്റെ പിന്നിൽ അണിനിരക്കാത്ത ഒരു ഐക്യം അംഗവും ഈ സദസ്സിലില്ല. അതൊരു സത്യമാണ്. 40ഉം 50ഉം കിലോമീറ്ററുകൾ നടക്കാൻ തയ്യാറായ ധൈര്യം കാണിച്ച മുന്നോട്ട് വന്നവരെ ഇനിയുള്ള ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് കരുത്തു പകരാൻ ക്യാമ്പസുകളിലെ മലിനമാറ്റം ക്യാമ്പസുകളിൽ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കരുത്താവട്ടെ നിങ്ങളുടെ ഈ പ്രയാണം. സഹോദര, ജീവിതത്തില് നമ്മുടെ മുന്നിലേക്ക് സമ്പത്ത് കടന്നു വരുമ്പോ, അധികാരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ, സാത്വികരായി ആ പണത്തിന്റെയും അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും മുന്നിൽ വീണ് പോവാതെ ഒരു ധീരനായ വിശ്വാസിയായി മുസ്ലിമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് തീർച്ചയായും നിങ്ങളുടെ ഈ സമ്മേളന കാലയളവിലുള്ള നിങ്ങളുടെ ധീരമായ പ്രവർത്തനങ്ങൾ കരുത്താകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അതിന് തയ്യാറായ നിങ്ങളുടെ മനസ്സിന്റെ കരുത്ത്, അത് നമ്മുടെ സക്കറാത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്നതിന് നമുക്ക് പിൻബലമേകുന്ന കരുത്താക്കി അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. സഹോദരന്മാരെ, വിചാരണ റബ്ബിന്റെ മുന്നിലുള്ളപ്പോൾ ആ വിചാരണ എളുപ്പമാകുന്നതിനുള്ള കരുത്തായത് മാറട്ടെ. സിറാത്ത് പാലം, നരകത്തിന്റെ മുകളിലുള്ള സിറാത്ത് പാലത്തിന്റെ മുകളിൽ പാപങ്ങളെ കൊണ്ട് ആടിയുടെ നമ്മുടെ മുന്നിലുള്ള കാലഘട്ടം സേവനത്തിന്റെയും ആദർശ പ്രബോധനത്തിന്റെയും പുതിയ സമരമുഖത്തേക്കുള്ള ആവേശത്തോടെ കടന്നു പോകാനുള്ള ധൈര്യവും കരുത്തും ഈ സമ്മേളനം കൊണ്ട് നമുക്ക് ലഭിക്കും. അതിനെ നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ധീരമായി പോരാടിയ പൂർവ്വകാല നേതാക്കളുടെ ആഗ്രഹം അല്ലാഹു വെളിച്ചമാക്കട്ടെ.